യൂണിറ്റ് വൈസ് ട്രാൻസാക്ഷൻ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് നോക്കാം. അതിന് മെമ്പർ ആക്ഷൻസിൽ ഏരിയ യൂണിറ്റ് കളക്ഷൻസ് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ റൈറ്റ് സൈഡിൽ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനിൽ ഏരിയ യൂണിറ്റ് എമൗണ്ട് എന്ന് മുതൽ എന്ന് വരെയുള്ള ട്രാൻസാക്ഷൻ്റെ ലിസ്റ്റാണ് വേണ്ടതെന്നുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഏരിയ യൂണിറ്റ് ഒക്കെ ഓളാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഫിൽട്ടർ ചെയ്യുന്നില്ല. ഫുള്ളായിട്ടുള്ള എല്ലാ ഏരിയയിലുള്ള യൂണിറ്റിൻ്റെയും ട്രാൻസാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഡേറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഫ്രം 21-ാം തീയതി, ഡ്യൂ ഡേറ്റ് ഇന്നത്തെ ഡേറ്റുമാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത്രയും ഏരിയ വന്നു. ഇത്ര ഏരിയ കാണിക്കും. ഈ ഏരിയയുടെ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എക്സ്പോർട്ട് PDF എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ PDF ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏരിയയും യൂണിറ്റും ടോട്ടൽ കിട്ടിയിട്ടുള്ള എമൗണ്ടും ഇതിൽ കാണാൻ പറ്റും. ഒരു ഏരിയയായിട്ട് നമുക്ക് കാണാൻ പറ്റും.